ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശക്തി സാധക് ഫൗണ്ടേഷൻ ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ഡോക്ടർ ആനന്ദ് ദേവ് ആണ്. നമുക്കിന്ന് സാറിനോട് കുറച്ച് ഫിലോസഫിക്കൽ സ്പിരിച്വൽ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് തുടങ്ങാം. വെൽക്കം സാർ. നമസ്കാരം. നമസ്കാരം. ഈ ആത്മീയത എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അപ്പം താങ്കൾക്ക് എന്താണ് ആത്മീയത എന്ന് പറയുമ്പോൾ തോന്നുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ ആത്മീയത? എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും ആത്മീയത എന്നുകൊണ്ട് പലരും പല കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല അർത്ഥങ്ങൾ അതിന് വരുന്നുണ്ടെങ്കിലും ഇത് ഒരു എന്താ പറയുന്നത്, അർത്ഥം നമുക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ആത്മീയത. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്തൊരു വിഷയമാണിത്. നമുക്കിപ്പോൾ ഒരു സയൻസ് പറയുകയാണെങ്കിൽ ഇന്ന രണ്ട് കെമിക്കൽസ് തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇന്ന മറ്റൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ഇന്നതുണ്ടാകും എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആത്മീയത എന്ന് പറയുമ്പം എന്തിനെ പറ്റിയാണ് നമ്മൾ ആത്മീയത എന്ന് ചർച്ച ചെയ്യുന്നത്? എന്തിനെ പറ്റിയാണ്? ആത്മാവുമായിട്ട് ബേസ് ചെയ്താണെന്ന് ചിലർ പറയും, എൻ്റെ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആണെന്ന് ചിലർ പറയും, എനിക്കറിയാത്ത ഒന്നിനെ പറ്റി ഞാൻ അന്വേഷിക്കുകയാണെന്ന് ചിലർ പറയും. അങ്ങനെ പല കാഴ്ചപ്പാടുകൾ. ഇപ്പം എൻ്റെ മതപരമായിട്ടുള്ള, എൻ്റെ ദൈവികമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ആത്മീയത. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ മരണാനന്തര ജീവിതത്തെ ഞാൻ അന്വേഷിക്കുകയാണ് ആത്മീയത എന്നൊരു കാര്യവും ചിലർ ചിന്തിക്കും. അപ്പം പലരും പല രീതിയിലാണ് ആത്മീയതയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ആത്മീയത എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അപ്പം നമ്മൾ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പേരുണ്ട്, ഈ ശരീരമുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ശരീരമുണ്ട്. അപ്പം ഞാനിപ്പം നമ്മൾ രണ്ടുപേരും കാണുന്നുണ്ട്. അപ്പം ഈ കാണുന്നത് ശരിക്കും നമ്മൾ രണ്ടുപേരും തന്നെ ആണോ ഈ ദേഹത്തിരിക്കുന്നവർ? ആണോ? പറയൂ, ആണോ? ആണ്. അപ്പം ശരി. അപ്പം നമുക്ക് മരണം സംഭവിക്കുന്നു എന്ന് വിചാരിക്കാം, എല്ലാവരും മരിക്കണമല്ലോ. അപ്പം നമ്മൾ മരിച്ചു കഴിയുമ്പം ഈ ദേഹത്തിന് പിന്നീട് നാശമല്ലേ സംഭവിക്കുന്നത്? അപ്പം ഈ ദേഹത്ത് ഉണ്ടായിരുന്ന എന്തോ ഒന്ന് ദേഹത്ത് ഇല്ലാതാകുന്നൊരവസ്ഥയല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെല്ലാവരും ഒരുപാട് പറഞ്ഞൊരു കാര്യമാണ്, പക്ഷെ അതിൽ നിന്ന് ഞാൻ ചോദിക്കാൻ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു സാക്ഷിയുണ്ട്, ഇതിനെല്ലാം കാണുന്ന, ഈ ദേഹത്തിരിക്കുന്ന, അതായത് ഞാൻ ഈ കാണുന്ന, എൻ്റെ കണ്ണുകൾ കാണുന്ന ഈ കാഴ്ചകൾ, എൻ്റെ കണ്ണുകൾ കാണുന്ന കാഴ്ചകൾ എൻ്റെ നെർവ്സിലൂടെ അല്ലെങ്കിൽ ഒരു ന്യൂറോ സിസ്റ്റത്തിലൂടെ എൻ്റെ തലച്ചോറിലെത്തുന്നു. എൻ്റെ തലച്ചോറാണോ അപ്പം ഞാൻ? ഈ തലച്ചോറിലെത്തുമ്പോൾ എൻ്റെ തലച്ചോറിലുണ്ടാകുന്ന ഒരു ചിത്രം, ഒരു ഇമേജ്, ഒരു സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ഒരു ദൃശ്യം, ഞാൻ അനുഭവിക്കുന്ന ശബ്ദം, ഇതൊക്കെ എൻ്റെ തലച്ചോറിലെത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം എൻ്റെ ബ്രെയിനിൽ ഇതൊക്കെ കൺസീവ് ചെയ്യുന്നു, അതിൽ നിന്ന് എനിക്കൊരു പെർസെപ്ഷൻ ഉണ്ടാകുന്നു. അപ്പം ആക്ച്വലി എൻ്റെ തലച്ചോറാണോ ഞാൻ? ആണോ? നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആണെന്നല്ലേ വരിക. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പം ഞാൻ കരുതുന്നത് എൻ്റെ ഒരു ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് ഹൃദയമുണ്ട്. അപ്പം എൻ്റെ ഈ ഹൃദയം പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ തലച്ചോറൊരു മാധ്യമമാണ്. അപ്പം ഈ മാധ്യമത്തിനുള്ളിൽ എന്നത് തെറ്റാണ്. ഈ എല്ലാ മാധ്യമങ്ങളും, ഈ ദേഹം എന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കാണുകയാണ്, ഞാൻ അറിയുകയാണ്, ഞാൻ അന്വേഷിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഞാൻ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോഴും എനിക്ക് ഉത്തരവില്ലാത്തൊരു ചോദ്യമുണ്ട്, ഞാൻ എവിടെ നിന്ന് വന്നു? അപ്പം ഞാൻ എവിടേക്ക് പോകുന്നു? അപ്പം ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒന്നിന് ഇന്ന് ഉണ്ടാകാൻ സാധിക്കുമോ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അല്ല ഡിസ്ട്രക്റ്റഡ്, ശരിയല്ലേ? അപ്പം അങ്ങനെ ആവുമ്പം ഇന്നലെ ഉണ്ടായിരുന്ന ഒരു എനർജി ആയിരിക്കാമല്ലോ, അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷമായിരിക്കാമല്ലോ ഇന്ന് ഞാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പം ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ടുള്ള ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാളെയും ഞാൻ ഉണ്ടാകണ്ടേ? കാരണം ഇന്ന് എനിക്ക് നാശം ഉണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് നാശം സംഭവിക്കണമല്ലോ. അപ്പം ഇന്നലെ നാശം സംഭവിച്ചിട്ടില്ല എങ്കിൽ, അതായത് ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പരിണാമമല്ല പറയുന്നത്, ഞാൻ പറയുന്ന ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയായിട്ട് നമ്മൾ ഭവിക്കുന്ന ഒരവസ്ഥ, ഇതിനൊരു തുടർച്ചയുണ്ട്. അതായത് ഇന്നലകളിലും ഞാനുണ്ട്, ഇന്നും ഞാനുണ്ട്, ഇനി നാളെയും ഞാനുണ്ടാവും. പക്ഷെ മരണം ശേഷവും ജനനം എന്ന പ്രതിഭാസത്തോടു കൂടി ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പൂർണ്ണമായി എൻ്റെ ദേഹം ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയിൽ ഈ ദേഹം ഉപേക്ഷിച്ച് ഞാൻ പോകും. ആര് പോകും? ഞാൻ പോകും. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പോകും. അപ്പം ഈ പോകുന്ന ഞാൻ എവിടെ നിന്നും വന്നു എന്നും ഇവിടെ ഞാൻ എന്തിനെത്തി എന്നത് എനിക്കറിയത്തില്ല. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയാമോ?
നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും പറഞ്ഞു മോനെ നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ്, ഇതിനു വേണ്ടിയാണ് നീ ജനിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞു? എത്ര അച്ഛനും അമ്മയും മക്കളോട് പറയുന്നുണ്ട് മോനെ നീ ജനിച്ചത് ഇതിനു വേണ്ടിയാണ്, ഇതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അവരെന്താ പറയാത്തതെന്ന് അറിയാമോ? അവർക്കറിയില്ല അവരെന്തിനാണ് ജനിച്ചതെന്ന്. കാരണം എല്ലാ മനുഷ്യനും പരമ്പരയായിട്ട് ജനിക്കുന്നു മരിക്കുന്നു. ഈ ഒരു ചാക്രിക, ഈ ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് മനുഷ്യന് ജീവിതത്തിൻ്റെ ഒരു നിരർത്ഥകത്വം തോന്നും. ആ തോന്നുന്ന ഒരു സമയത്ത് അവൻ ചിന്തിക്കുക, എന്തിനാണ് എൻ്റെ ജന്മം, എൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഈ ജന്മോദ്ദേശത്തെ അന്വേഷിക്കണമെങ്കിൽ അവന് വീണ്ടും ഉത്തരങ്ങൾ വേണം. എവിടെ നിന്ന് ഞാൻ വന്നു? ഇതാണ് നമ്മൾ പല ഇംഗ്ലീഷ് കവികളും ചോദിച്ചിട്ടുള്ള പോലെ ഹുവാമായി എന്ന് ചോദിക്കുന്ന പോലെ ഞാൻ ആരാണ്. അപ്പോൾ ഈ ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണമാണ് ശരിക്കുള്ള ആത്മീയത. ഈ അന്വേഷണം ഞാൻ ആരാണ് എന്നത് ഈ ജന്മത്തിൽ നിന്നുകൊണ്ട് അന്വേഷിച്ചാൽ അവനത് കിട്ടത്തുമില്ല. അതായത് നമ്മുടെ കാഴ്ചകൾ വളരെ ലിമിറ്റഡാണ്. ആത്മീയതയുടെ ഓരോ ഘട്ടത്തിലും നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 500 മീറ്റർ ക്ലിയർ വിസിബിലിറ്റി ഉണ്ടാവും. നമ്മൾ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് പോയിക്കൊണ്ട് കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 1.5 കിലോമീറ്റർ കാണാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു ഏരിയൽ സ്പേസിൽ നിന്നുകൊണ്ട് സപ്പോസ് ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ നമുക്കൊരു വിശാലമായിട്ടൊരു ഏരിയ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ തരത്തിൽ ആത്മീയതയിലും ഹൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ആത്മീയതയിലും ഈ ഒരു ഉന്നതിയിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പം അവൻ്റെ കാഴ്ചപ്പാട് മാറും. അവനെ തന്നെ കാണാൻ സാധിക്കും. പക്ഷെ അപ്പോഴും അവൻ കാണുകയാണ്. ഈ ഒരു കാഴ്ചയുടെ തുടർച്ചയാണ് ആത്മീയത. ഈ ഒരു കാഴ്ചയുടെ തുടർച്ചയാണ് ആത്മാന്വേഷണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞത് വെച്ചിട്ട് സാർ ഇപ്പോൾ ഒരു ആത്മീയത അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണെന്നാണല്ലേ? അപ്പം സാറ് പറഞ്ഞത് വെച്ച് ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഇല്ലേ? അപ്പോൾ സാർ എങ്ങനെയാണ് ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തിട്ട് ഈ ഒരു ആത്മീയത കണ്ടുപിടിക്കാൻ, ആത്മീയത തേടിയെത്തും? എങ്ങനെയാണത്? ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം നമുക്കറിയില്ല കൃത്യമായിട്ട്. നമുക്കത് മനുഷ്യന് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം. അതിലെ ഒരു നിയമമാണ്, അതിലെ ഒരു സവിശേഷതയാണ്, നിയമം എന്നതിലുപരി ഒരു സവിശേഷതയാണ് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ. അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം വാതിലുകൾ തുറക്കപ്പെടും. അതേപോലെ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം നമുക്ക് മുമ്പേ നടന്നവരുണ്ട്. അതിനെ തന്നെ വിവിധ തലങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അതായത് യോഗിമാരുണ്ട്, ഋഷിമാര്, യോഗിമാര്, അതുപോലെ സാധകര്, പിന്നെ ഈ പ്രകൃതിയുടെ തന്നെ ശക്തികൾ, ഇവരൊക്കെ നമുക്ക് പുതിയ തലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. അതായത് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പം ഒരു കുത്തനെയുള്ളൊരു കയറ്റം ഉണ്ടെന്ന് ചിന്തിക്കാം. ആ കുത്തനെയുള്ള കയറ്റം നമ്മൾ എങ്ങനെ കയറും എന്ന് നമുക്കറിയില്ല. അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് പ്രകൃതി തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാനിപ്പോൾ ഒരു ശക്തമായ ഒരു കാറ്റായിട്ട് ഇവനെ പുറകിൽ കൂടി ഒരു ഫോഴ്സ് കൊടുക്കാം. അപ്പം നമ്മൾ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ പിന്നിലൂടെ ശക്തമായ ഒരു കാറ്റ് വരുന്നത്. അപ്പം അത് നമുക്കൊരു കൈത്താങ് പോലെ നമുക്ക് കയറാൻ സാധിക്കും. പക്ഷേ അതെ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ശക്തമായ കാറ്റ് നമുക്ക് പ്രകൃതിയോട് പറയാൻ പറ്റത്തില്ല, എനിക്ക് കയറണം, ശക്തമായ കാറ്റ് തരൂ. അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു കണക്ടിവിറ്റി പ്രകൃതിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് അത് സാധിക്കും. പക്ഷേ ആത്മാന്വേഷണത്തിൻ്റെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അത് പ്രായോഗികമല്ല. അവൻ എന്ത് വേണം? പ്രകൃതിയുടെ അല്ലെങ്കിൽ മഹാപ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ കോസ്മിക് എനർജിയുടെ ഒരു ഫേവറിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യണം. അതിനുവേണ്ടി അവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. അവനത് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ആ ഒരു കൈൻഡ്നെസ് പ്രകൃതിയിൽ ഉണ്ടാകുമ്പം അവൻ ആഗ്രഹിക്കാതെ തന്നെ പ്രകൃതി അവനെ എത്തേണ്ടിടത്തേക്ക് എത്തിക്കും. ചിലപ്പോൾ 1 ജന്മം കൊണ്ടെത്തിക്കും, ചിലപ്പോൾ 100 ജന്മം കൊണ്ടെത്തിക്കും, ചിലപ്പം കോടിക്കണക്കിന് ജന്മം കൊണ്ടെത്തിക്കും. എത്രയാണെങ്കിലും പ്രകൃതി അവിടെ എത്തിക്കും. അതിൻ്റെ പിന്നിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി. അപ്പം ഇതിൻ്റെ ഒരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും തീരുമാനിക്കാനുള്ള അധികാരമില്ല. പ്രകൃതി തീരുമാനിക്കും, പ്രകൃതി നടപ്പാക്കും. പ്രകൃതിയുടെ തീരുമാനപ്രകാരമാണ് നമ്മുടെ ഓരോ ചിന്ത പോലും. നമ്മൾ ചിന്തിക്കും, ഈ നിമിഷം നമ്മൾ ഓക്കെ ഇന്ന് ഞാൻ ഡൽഹി വരെ പോയേക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇത് എൻ്റെ ചിന്തയാണ്. പക്ഷെ ഞാൻ പറയും, എൻ്റെ ഈ ചിന്ത പോലും ഇൻസ്പയർഡ് ആയിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഞാൻ ഡൽഹിയിൽ പോകണം എന്ന പ്രകൃതിയുടെ നിയോഗം ഉള്ളതുകൊണ്ടാണ് ഡൽഹിയിൽ പോകാം എന്ന തോട്ട് എന്നിൽ ഇൻവോക്ക് ആകുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം ഐ ആം ജസ്റ്റ് എ മീഡിയം.